പ്രിയമുള്ളവരെ, ഇലക്ഷൻ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ CPM ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നു എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് ആശ്വാസത്തിന് വക നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ പറ്റിയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ CPM സ്വീകരിക്കുന്ന നടപടികൾ അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതുപോലെ 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരായിരുന്നു. പക്ഷേ ആ പാർട്ടിക്കകത്തുള്ള ആ മുന്നണിക്കകത്തുള്ള പടലപ്പിണക്കങ്ങളൊക്കെയാണ് UDFനെ 2011 ഗവൺമെൻറ് UDF ഗവൺമെൻറ് മികച്ചതായിരുന്നിട്ടും കഴിഞ്ഞ 10 വർഷമായി UDFനെ പ്രതിപക്ഷത്തിരുത്തിയത് എന്നൊരു യാഥാർത്ഥ്യം കൂടി CPM ഈ അവസരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. CPMനെ സംബന്ധിച്ച് പിണറായി ഗവൺമെൻറ് ജനക്ഷേമകരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, പാലങ്ങളും റോഡുകളും ഒക്കെ പണിതിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നേതാക്കന്മാരുടെ ഒരു ധാർഷ്ട്യം ജനങ്ങൾ ശ്രദ്ധിച്ചു. അതാണ് അവരുടെ ഇലക്ഷൻ പരാജയത്തിന് കാരണം എന്ന ഒരു വിലയിരുത്തൽ അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കടക്കുപുറത്ത് പ്രയോഗങ്ങൾ, തിരുവനന്തപുരത്ത് സ്വന്തം പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ തടഞ്ഞ് പ്രകോപനപരമായി പെരുമാറിയതൊക്കെയും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ CPMനെ സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുണ്ട് എന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ പാലങ്ങളും റോഡുകളും ഒക്കെ പണിതിട്ടുണ്ടെങ്കിലും ധാർഷ്ട്യം നിറഞ്ഞ CPM നേതാക്കന്മാരുടെ ഒക്കെയും പെരുമാറ്റം ആ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും MM മണിയുടെയൊക്കെ പ്രസ്താവന, ആളുകൾ പെൻഷൻ വാങ്ങിച്ച് തിന്നിട്ട് വോട്ടിട്ടില്ല എന്നൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുമൊക്കെ അത് ഒരു തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നുകൂടി ഇന്ന് ചർച്ചയാകുന്നുണ്ട്. MM ശംസീറിൻ്റെ അദ്ദേഹം നിലമ്പൂരിൽ ഇന്നൊരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് പാർട്ടി പരാജയത്തിൻ്റെ പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പാർട്ടിയുടെ LC മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ അഖിലേന്ത്യാ കമ്മിറ്റി ഉൾപ്പെടെ ഈ പാർട്ടിയുടെ പരാജയത്തിൻ്റെ എല്ലാ കാരണങ്ങളും വിശദമായി പഠിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ തിരിച്ചുവരവിന് കാരണമാകുമെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിശകലനം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല തളിപ്പറമ്പിലും ഒപ്പം പയ്യന്നൂരും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയത് അപാകതയായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ചും പയ്യന്നൂരിൽ CPMൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഒരു കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മത്സരിച്ച CPM റിബൽ, UDF റിബലൊക്കെ വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുകയും ജനങ്ങളോട് വളരെ സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തളിപ്പറമ്പിലെത്തുകയാണെങ്കിൽ അവിടെ TG ഗോവിന്ദൻ എന്ന് പറയുന്ന UDF സ്വതന്ത്രൻ, CPMൻ്റെ പഴയ നേതാവ്, അദ്ദേഹം വളരെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കുന്ന വളരെ നല്ല ശരീരഭാഷയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് CPM ഇതുവരെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. തളിപ്പറമ്പിൽ സംബന്ധിച്ച് അവിടെ PK ശ്യാമള, MB ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സീറ്റ് കൊടുത്തത്, ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത് സംസ്ഥാന വ്യാപകമായി CPMന് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വലിയ ഘടകമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും CPM നേതാക്കന്മാരുടെ പ്രസ്താവനയും ധാർഷ്ട്യവും വർഗീയത കലകർന്ന ചില പ്രസ്താവനകളും ഒക്കെ CPMൻ്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന രീതിയിൽ പാർട്ടിയുടെ വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാന CPMൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചില കുറ്റസമ്മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നവകേരള യാത്രാ സമയത്ത് ബസ്സിൽ ലിഫ്റ്റ് വെച്ചതും പിന്നെ ഈ ബസ് പോകുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ മതിലിടിച്ചതും ഒക്കെയായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ഒക്കെ CPMൻ്റെ ഒരു ഇലക്ഷൻ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പിണറായി എന്തായാലും നിലത്തിറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന ചിത്രങ്ങൾ ഒക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. മറ്റൊന്നുകൂടി ശംസീർ ഇന്ന് സമ്മതിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിച്ചത്, അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനും ഒപ്പം മുസ്ലിം സമുദായത്തിനുമെതിരെ നടത്തിയ വർഗീയ പരാമർശങ്ങൾ അത് ആവശ്യത്തിന് എതിർക്കാതെ പോയതൊക്കെ CPMനെ സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുണ്ട് എന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടി ഇന്ന് CPMൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനയിൽ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ഒരു ഹൈന്ദവ വോട്ട് കേന്ദ്രീകരണത്തിന് വേണ്ടിയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ചില മാധ്യമ ഇടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷനോടുകൂടി കോൺഗ്രസിലേക്ക് തിരിച്ചുപോയ മുസ്ലിം വോട്ടുകൾ അതിൽ CPMന് പ്രതീക്ഷയില്ലാതായി. പക്ഷേ അതിനു പകരമായിട്ട് CPM കുറച്ച് തീവ്ര ഹൈന്ദവ വോട്ടുകൾ CPMലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം CPMൻ്റെ പരമ്പരാഗത വോട്ടുകളാണിത്. അപ്പോൾ മുസ്ലിം പ്രീണനം ഉണ്ടായാൽ ആ വോട്ടുകളൊക്കെ നഷ്ടപ്പെടും എന്ന രീതിയിലാണ് CPM വളരെ കണ്ണിങ് ആയിട്ട് അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ആശംസ വായിച്ചത്. തീവ്ര ഹൈന്ദവ വോട്ടുകൾ CPMലേക്ക് കൊണ്ടുവരാം എന്ന വ്യാമോഹമായിരുന്നു. പക്ഷേ അത് വന്നതുമില്ല, അത് BJPയിലേക്ക് പോവുകയും ചെയ്തു. ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകൾ പോയി എന്നതുമാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നമുക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കുറച്ച് നാളുകളായി പരിശോധിക്കുകയാണെങ്കിൽ അറിയാം, മുസ്ലിം വോട്ട് ബാങ്കുകൾ അത് ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായി കോൺഗ്രസിലേക്ക് വീഴുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് 19 സീറ്റൊക്കെ കിട്ടുന്നത്. കാരണം അവർ
ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആണെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ CPM ആ വോട്ടുകൾ ലോക്സഭാ ഇലക്ഷനിലെത്തിയ ശേഷം നിയമസഭാ ഇലക്ഷനിലേക്ക് തങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചില്ല. പകരം അവർ കുറച്ച് ഹൈന്ദവ തീവ്ര വോട്ടുകൾ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അതിൽ ആകെ ഭയന്നു പോയ മുസ്ലിം സമുദായം ലോക്സഭാ ഇലക്ഷനിലെ പോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും UDFന് വോട്ടിട്ടു. അതാണ് LDFൻ്റെ ഇത്രയും വലിയൊരു പരാജയത്തിന് കാരണം. പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായവും കുറച്ച് നാളുകളായി LDFനോട് ആഭിമുഖ്യം പുലർത്തി വരികയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാണ് വീണ ജോർജ്. ആ സഭകളൊക്കെയും തന്നെ UDFലേക്ക് തിരികെ പോകുന്ന ഒരു സമീപനം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണിച്ചു. കാരണം അത് ഒരുപക്ഷേ CPM നേതാക്കന്മാരുടെയൊക്കെ പ്രകോപനപരമായ പ്രസംഗങ്ങളും സംഘപരിവാര അനുകൂല സമീപനങ്ങളും കൊണ്ടാണെന്ന യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും സജി ചെറിയാൻ, അതുപോലെ വിജയരാഘവൻ എന്നിവരൊക്കെ വളരെ പ്രകോപനപരമായി തന്നെയാണ് പ്രസംഗങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത്. സജി ചെറിയാൻ്റെ കാസർഗോഡും മലപ്പുറത്തും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുന്ന ആളുകളുടെ പേര് നോക്കിയാൽ അറിയാം ആ ജില്ലകളുടെയൊക്കെ വർഗീയ സമീപനം എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമൊക്കെ CPMനെ സംബന്ധിച്ച് തിരിച്ചടിയിട്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും വളരെ വ്യക്തമായി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനും ഒപ്പം മലപ്പുറം ജില്ലയ്ക്കുമൊക്കെ എതിരെ വളരെ പ്രകോപനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും മിക്കപ്പോഴും CPMൻ്റെ മിക്ക നേതാക്കന്മാരും അദ്ദേഹത്തെ പോയി കാണുന്നതിനും അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടുന്നതുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയൊക്കെ കണ്ടൊരു ഭീതി ഉണ്ടായിട്ടുണ്ട്. ആ ഭീതി വളരെ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ UDF വിജയിച്ചു. അതാണ് LDFനെ സംബന്ധിച്ച് പരാജയപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രഖ്യാപനങ്ങൾ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു എങ്കിൽ പോലും ഇത്രയും വലിയ തിരിച്ചടി വരില്ലായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചില CPM നേതാക്കന്മാർ പോയി എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയത് പോലും വലിയ തിരിച്ചടിയായിട്ട് ഇപ്പോൾ സംസ്ഥാന CPMൻ്റെ അകത്ത് ചർച്ചകളിലൊക്കെ ഉരുത്തിരിയുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും CPM തങ്ങളുടെ പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ്. കാരണം CPM തിരിച്ചുവരവിൻ്റെ ഒരു പാത ഒരുക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. തങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു. ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും സംഘപരിവാരം വളരെ കൃത്യമായിട്ട് തന്നെ കണ്ണിങ് ആയിട്ട് തന്നെ CPMൻ്റെ സ്പേസിലേക്ക് ഇവിടെ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവർ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ CPM ഈ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് മാർക്കിട്ട് തന്നെ തിരുത്തി മുന്നോട്ട് പോകുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പിണറായി സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൊന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നേതാക്കന്മാരുടെ ഒരു കടുംപിടുത്തവും ധാർഷ്ട്യവും ധിക്കാരം നിറഞ്ഞ നടപടികളും ചില വർഗീയ പരാമർശങ്ങളും ഒക്കെയാണ് ആ പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമായത് എന്ന ഒരു സ്വയം വിലയിരുത്തലിലേക്ക് CPM എത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.